ഇപ്പോൾ ട്രെൻഡായിട്ട് പോകുന്നതാണ് ട്യൂൺമി. അതിൽ നമുക്ക് വേണ്ട പിക്ചർ സെലക്ട് ചെയ്ത് അത് ഓരോന്നോരോന്ന് കറക്റ്റ് ലെവലിൽ ചെയ്ത് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒഴിവാക്കി നമുക്ക് വേണ്ട ഷേപ്പിലാക്കാം. അതിൽ കുറേ മോഡൽസ് ഉണ്ട്. അത് എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ കുട്ടിപ്പട്ടാളത്തിൻ്റെ കുറച്ച് ഫോട്ടോസാണ് വെക്കുന്നത്. അപ്പം അതിന് വേണ്ട ഓരോരോ പിക്ചർ എടുത്ത് നമ്മളതിൻ്റെ ക്ലിയറൻസ് ഒക്കെ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒഴിവാക്കി നമുക്ക് വേണ്ട ഷേപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഡൗൺലോഡാക്കി വെക്കണം. നമുക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ ഇതേമാതിരി എടുത്തെടുത്ത് ഓരോന്ന് ഗാലറി പോയി എടുത്ത് അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇതിനിപ്പോൾ എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല ഇതിൽ 2-3 ആപ്പ് യൂസ് ചെയ്യണം. നെറ്റ് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ടൈമിങ്ങും കുറേ ഉണ്ട്. കാര്യങ്ങൾ ഓരോ ഫോട്ടോസ് എടുത്ത് അത് ചെയ്ത് നെറ്റ്വർക്ക് ബിസി ആണെങ്കിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ പരസ്യം വരും ഇടയ്ക്ക്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മളെല്ലാ ഫോട്ടോസും എടുത്തിട്ട് ലെവലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഗൂഗിളിൽ പോയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ വരും. എന്നിട്ട് അതിൽ നമുക്ക് വേണ്ട പിക്ചേഴ്സ് ഒക്കെ നമ്മൾ ആക്കി വെച്ച പിക്ചേഴ്സ് എല്ലാം അതിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒഴിവാക്കി അത് ഓരോന്നോരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ സിസ്റ്റങ്ങൾ നമ്മൾ താഴത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യാം. പെയിൻറ്റ് കൊടുക്കാം. കാര്യങ്ങൾ എന്തെങ്കിലും എഴുതാം ഒക്കെ ചെയ്യാം. അങ്ങനെ എല്ലാ ഫോട്ടോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ആപ്പ് പോവാം, ക്യാൻവ. അതിൽ നമ്മൾ A4 പേപ്പർ എടുക്കുക. അതിൽ കുറേ ചിത്രങ്ങളില്ല A4 വരും. അത് നമുക്ക് വേണ്ട മോഡൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ആക്കി വെച്ച ഓരോന്ന് എടുത്ത് നമുക്ക് ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ വെക്കേണ്ടത് ആരെ ഫോട്ടോ ആണോ അതിൽ നിന്ന് തുടങ്ങണം. ചെറുതിന്ന് വലുതിലോട്ടല്ല, വലുതിന്ന് ചെറുതിലോട്ട് തുടങ്ങുക. അത് നമുക്ക് വേണ്ട ഷേപ്പിൽ അത് കറക്റ്റ് ആക്കി വെക്കുക. അടിയിൽ നിന്നും മുകളിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നമുക്ക് സ്ക്രോൾ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. സൈഡിൽ നിന്ന് നമുക്ക് ചെറുതാക്കുക വലുതാക്കുകയൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാ ഫോട്ടോസും വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വേറൊരു ആപ്പ് എടുത്ത് അതിൽ നമുക്ക് വേണ്ട എഴുത്തുകൾ നമുക്ക് എന്താണോ പേര് എഴുതേണ്ടത് അത് എഡിറ്റ് ചെയ്ത് അതും വെച്ച് ക്ലിയറൻസ് ചെയ്യണം. അത് കണ്ടില്ലേ, ഓരോന്ന് എടുത്ത് വെക്കണം. അത് എത്രങ്ങാനും ടൈമിങ് എടുത്ത് വരും. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്ത സമയത്ത് തന്നെ അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. വീഡിയോ ആക്കുമ്പോൾ പിന്നെ കുറച്ച് വെട്ടി ചുരുക്കുമല്ലോ. കാരണം നമുക്ക് ഇടാൻ നെറ്റ്വർക്ക് ബിസി ആകുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതും പരസ്യം വരുമ്പോൾ അത് ഒഴിവാക്കുന്നതും അതൊന്നും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നില്ലല്ലോ. നമുക്ക് ആവശ്യപ്പെട്ടതല്ലേ കാണിക്കുന്നുള്ളൂ. ഓരോ ഫോട്ടോസും വെച്ച് ക്രെഡിറ്റ് ലെവലാക്കി വെക്കുക. അപ്പം അങ്ങനെ കുട്ടി പട്ടാളങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗായോ. എന്നിട്ട് നമുക്കത് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് നേരത്തെ എഴുതാം. കുട്ടിപ്പട്ടാളെന്ന് എഡിറ്റ് ചെയ്ത് വെക്കണ്ടേ. ഇതിപ്പോൾ സേവ് ചെയ്യാം കേട്ടോ. സേവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ സേവ് ചെയ്തു. പിന്നെയാണ് ഞങ്ങൾ എഴുതാൻ വേണ്ടി നോക്കിയത്. എഴുതിയിട്ട് വീണ്ടും സേവ് ചെയ്യണം, അല്ലെങ്കിൽ അത് കിട്ടില്ല കേട്ടോ. അടുത്ത ആപ്പ് എടുത്ത് അതിൽ നമുക്ക് വേണ്ട ഫോൾഡർ ഏത് മോഡലാണോ ഹാൻഡ് റൈറ്റിംഗ് വേണ്ടത് അതുപോലെ എടുത്ത് നമുക്ക് അക്ഷരം നമുക്ക് കൈ കൊണ്ട് തന്നെ എഴുതാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്ന മാതിരിക്ക് നമുക്ക് ABCD എടുക്കാം, അതാക്കാം. അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ വെക്കാം. ഇത് എഴുതി കഴിഞ്ഞ് അത് നമുക്ക് ഫോൾഡറൊക്കെ ഓരോന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് ഏത് ഓപ്ഷനിലാണ് നിൽക്കേണ്ടത് അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്കത് സേവ് ചെയ്യാം. അത് സേവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ക്യാൻവയിൽ പോയിട്ട് നമ്മളെടുത്തത് കുട്ടിപ്പട്ടാളല്ലത് നമ്മൾ വീണ്ടും അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും സേവ് ചെയ്യുക. അപ്പോൾ എത്രങ്ങാനും പണിയുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക.
അത്ര ഇത് ചില്ലറ പണിയൊന്നുമല്ല. കാരണം കുട്ടിപ്പട്ടാളം എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയണം കേട്ടോ, അത് പറയാൻ മറന്നുപോയി. എന്നിട്ട് നമ്മളത് വേണ്ട പോലെ കറക്റ്റായിട്ട് എവിടെ പൊസിഷനിൽ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സേവ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പരിപാടി. പറയാനാകുമ്പോൾ സിമ്പിൾ ഉണ്ടല്ലേ, ചെയ്ത് നോക്കുമ്പോഴല്ലേ ഒട്ടാ പണി പാളി എന്ന് പറയുന്നേ. അപ്പോൾ ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കാണുക. ചീത്ത മാത്രം പറയണ്ട. സൗണ്ട് കുറച്ച് സുഖമല്ല, ആകെ ചുമക്കഫക്കിട്ട് അതുപോലെ കുരയോട് കുരയാണ് പോണേ, കുര ഒക്കരക്കോ. അപ്പോൾ ബൈ. അടുത്ത വീഡിയോസൊക്കെ വരാം.